ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. നിങ്ങൾക്ക് എന്റെ വചനങ്ങൾ നന്നായി അറിയാമല്ലോ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയ പുസ്തകം ഏതാണെന്ന് പറയാമോ? ബൈബിളിൽ നിന്ന് കുറച്ച് വചനങ്ങൾ ആർക്ക് പറയാം? ഞാൻ പറയാം ഈശോയെ, ഞാൻ പറയാം. നിഖയല്ലേ? ഈശോയ്ക്ക് എന്റെ പേരൊക്കെ അറിയാമോ? മോളുടെ പേര് എന്റെ ഉള്ളംകൈയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49:16 ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. വെരി ഗുഡ്. താങ്ക് യു ഈശോയെ. എങ്കിൽ നിഖ പറഞ്ഞോളൂ. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. വിശുദ്ധ മത്തായി 5:14. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരമുരുൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരമുരുൻ ഇരുണ്ടുപോകും. വിശുദ്ധ മത്തായി 6:22-23. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വിശുദ്ധ മത്തായി 4:19. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. വിശുദ്ധ മത്തായി 5:11. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വിശുദ്ധ മത്തായി 5:16. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാനിക്ക് ഇരയായി തീരും. വിശുദ്ധ മത്തായി 5:22. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വിശുദ്ധ മത്തായി 7:7. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ തിന്മ പുറപ്പെടുവിക്കുന്നു. വിശുദ്ധ മത്തായി 12:35. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വിശുദ്ധ ലൂക്ക 2:10. ദാവീദിന്റെ പട്ടണത്തിൽ ഇതാ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്നിവിടെ ജനിച്ചിരിക്കുന്നു. ലൂക്ക 2:11. സ്നേഹം ദീർഘക്ഷമയും ദൈവമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. 1 കൊറിന്തോസ് 13:14. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, അമ്മയുടെ ശാപം അതിന്റെ അടിത്തറയിളക്കും. പ്രഭാഷകൻ 3:9. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാനനുമാണ്. യെശയ്യാ 43:4. മുല കൊടുക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് അമ്മയ്ക്ക് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യെശയ്യാ 49:15. ഒരു ലോകമുരൻ നേടിയാലും അവന്റെ ആത്മാ നഷ്ടപ്പെട്ടാൽ അവൻ എന്തു പ്രയോജനം? മത്തായി 16:26. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3:17. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 15:12. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധ മത്തായി 5:8. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരോട് ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:7. നിഖ, എന്റെ വചനങ്ങൾ നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. നീ മിടുക്കിയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. തീർച്ചയായും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ എന്റെ സ്വന്തമല്ലേ? ഗോഡ്സ് ഓൺ ടീൻസ്. ഗോഡ്സ് ഓൺ ടീൻസ്. ഭീകരവാദവും ലഹരി മാഫിയയും ചതിക്കുഴികളും ലോകത്ത് പെരുകുമ്പോൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരേണ്ട കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ശരിയായ മാർഗനിർദ്ദേശവും സ്വഭാവ രൂപീകരണവും മുമ്പെന്തതിനേക്കാൾ കൂടുതലായി നൽകേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. തിന്മ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നന്മയുടെ അനേക സാധ്യതകൾ കുഞ്ഞുങ്ങൾക്ക് മുൻപിലുണ്ട്. അപ്രകാരം കുട്ടികൾക്കായി ദൈവം ഒരുക്കിയ ഒരു പുതിയ സംരംഭമാണ് ഗോഡ്സ് ഓൺ ടീൻസ്. ഇതിൽ അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സാപ്പ് വഴിയും ഗൂഗിൾ മീറ്റ് വഴിയും നേരിട്ടുള്ള ഒത്തുചേരൽ വഴിയും ഈശോയോടൊപ്പം വിശുദ്ധിയിൽ വളരുവാനുള്ള പരിശീലനവും മാർഗനിർദ്ദേശവും ഗോഡ്സ് ഓൺ ടീൻസ് ഗ്രൂപ്പിലൂടെ നൽകുന്നു. നിങ്ങളുടെ കുട്ടികളെ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഗോഡ്സ് ഓൺ ടീൻസ് എന്ന മെസ്സേജ് അയയ്ക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഇടവകയിൽ ഈ ഗ്രൂപ്പ് രൂപപ്പെടുത്താൻ താല്പര്യമുള്ളവർ വികാരിയച്ഛന്റെ അനുവാദത്തോടെ ഈ നമ്പറിൽ വിളിക്കുക.